ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7th അടിസ്ഥാന ശാസ്ത്രമാണ് കേട്ടോ. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. അടിസ്ഥാന ശാസ്ത്രത്തിൽ പുതിയ ബുക്കാണ് കേട്ടോ. 2024 ഇറക്കിയ ബുക്കാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? വിളയിക്കാം നൂറുമേനി. വിളയിക്കാം നൂറുമേനിയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. നോക്കൂ, ഒരു കുട്ടി എന്താണ് ഒരു ചെടി നടുകയാണ് അല്ലേ. ഒരു തൈ നടുകയാണ്. ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാവുക. അപ്പൊ ഈ കൊച്ചു പറയുന്നത് എന്താ, ഈ കുട്ടി പറയുന്നത് എന്താണ്? ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ. കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും അല്ലേ. കാത്തിരിക്കുക, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ എന്താണ് നിന്റെ മാവ് എന്താ എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും എന്ന് പറഞ്ഞു. ഓക്കെ. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായ പലതരം മാവുകളില്ലേ? വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോടൊന്ന് അന്വേഷിച്ച് നോക്കിയേ. എന്താണ്, ഇപ്പൊ നമ്മൾ ചെറിയൊരു മരം നട്ടാൽ, ചെറിയൊരു തൈ നട്ടാൽ അത് വിത്ത് മുളച്ച് തൈകൾ വളർന്നിട്ട് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുന്നു? അതായത് തൈ അല്ല, വിത്ത് മുളച്ചിട്ട്. ഇപ്പൊ എന്താണ്, വിത്ത് മുളച്ചിട്ട് തൈകളാവും അല്ലെ. എന്നിട്ട് ആ തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കുക. ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നോക്കൂ, ധാരാളം മാങ്ങ ഉണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവണം അല്ലെ. അതാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ. മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരുപാട് മാങ്ങ ഉണ്ടാവണമെന്നും വേഗം കായ്ക്കണമെന്നും നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവ തന്നെയല്ലേ? ഇത് തന്നെയല്ലേ ഉണ്ടാവുക. നമ്മൾ പഴങ്ങളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ്? കുറേ ഉണ്ടാവണം എന്നല്ലേ, വേഗം ഉണ്ടാവണമെന്നും കുറേ ഉണ്ടാവണമെന്നും നല്ല ടേസ്റ്റിൽ ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം അല്ലെ. അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ, ഏത് കൃഷി ചെയ്യുമ്പോഴും. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾ എഴുതുക. ഇതിനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഫ്രണ്ട്സുമായിട്ടും ചർച്ച ചെയ്ത് എന്താണ് നിങ്ങൾ ബുക്കിൽ എഴുതുക. ഓക്കെ. നല്ല വിത്തുകൾ, നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം അല്ലെ. അപ്പൊ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ എന്താണ്? നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കണം അല്ലേ. പിന്നെ നല്ല വിത്തുകൾ തിരഞ്ഞെടുത്താലേ നല്ല വിളവ് ലഭിക്കും അല്ലേ. അതുപോലെ വേഗം ഫലം ഉണ്ടാവണമെങ്കിലും അതന്നെ അല്ലേ. പിന്നെ അതാണ് ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ. വിത്തുകളും നടീൽ വസ്തുക്കളും എന്താണ്? വിത്തുകളും നടീൽ വസ്തുക്കളാണ്. എന്താണ്? വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. നോക്കൂ, ഇവിടെ ചെടിയാണ്, ഇത് ഫലം, ഇത് വിത്ത് അല്ലെ. ഇതാണ് അതിന്റെ കായ അല്ലെ, അതിന്റെ വിത്താണ് ഇത് അല്ലെ. ഇതെന്താ? കയ്പ അല്ലെ. വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? വിത്ത് എവിടെ ഉണ്ടാകുക? ഫലം ഉണ്ടാകുന്നത് എവിടെയാ? മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം? മികച്ച വിത്ത് എവിടെയാ ഉണ്ടാകുന്നത്? ഫലത്തിന്റെ ഉള്ളിലായിരിക്കും അല്ലെ. ഇപ്പൊ ഫലം ഉണ്ടാകുന്നതോ ചെടിമതി അല്ലെ. അപ്പൊ മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം നമ്മള്? നല്ല മൂത്ത ആയിട്ടുള്ള ഫലമായിരിക്കണം അല്ലെ, എന്നാലേ അത് എന്താവുള്ളൂ, മികച്ച വിത്താവുള്ളൂ അല്ലെ. ഈ ചെടികൾ ശ്രദ്ധിക്കൂ. വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? 2 ചെടികൾ കണ്ടില്ലേ. അപ്പൊ വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ഇതിലേതാണ് നല്ല ഫ്രൂട്ട് ഉണ്ടാവുന്ന അല്ലെ, നല്ല എന്താണ് കായ് ഉണ്ടാവുന്ന അല്ലെ, നല്ല ഫലം ഉണ്ടാവുന്ന ചെടി നമ്മൾ തെരഞ്ഞെടുക്കുക അല്ലെ. എന്തുകൊണ്ടാണ്? നല്ല ഫലം ഉണ്ടായിട്ടില്ലേ. നമ്മൾ ചെടി നടുന്നത് എന്തിനാണ്? നമുക്ക് കുറെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഫലം. അതുകൊണ്ട് അല്ലെ. അപ്പൊ ചെടി ഒന്നാണ് ഞാൻ തെരഞ്ഞെടുക്കുക. നിങ്ങൾ എന്താ തെരഞ്ഞെടുക്കുക? കമന്റ് ചെയ്യുക. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? അപ്പം ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പോൾ ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണ്? വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന
ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്ന അനുയോജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്ത് എടുക്കേണ്ടത്. അപ്പൊ എന്താണ്, ആദ്യം ഉണ്ടാകുന്ന ഫലവും അവസാനം ഉണ്ടാകുന്ന ഫലത്തിൽ നിന്നല്ല വേണ്ടത്. എന്താണ്, ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് എന്ത് വിത്ത് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാകുമല്ലോ. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ? അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാം? അപ്പൊ എന്താണ്, ഇവിടെയൊക്കെ ധാരാളം വിത്തുണ്ടാവും അല്ലെ. അവയെല്ലാം തൈകൾ ഉൽപ്പാദിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഏതാനും പയർ വിത്ത് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കുക. ആകൃതി, വലിപ്പം, ഭാരം, പുറന്തോട്. എന്താണ്, ഈ താഴെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്ത് ഏതാൻ തിരഞ്ഞെടുക്കാൻ അല്ലെ. ആകൃതിയിലും ഭാരത്തിലും വലിപ്പത്തിലും പുറന്തോട്ടിലൊക്കെ നോക്കിയിട്ട് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കണം അല്ലെ. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണെന്ത്, താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് അടയാളം ചേർക്കുക. എന്താണ്, വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അനുയോജ്യമായ കോളങ്ങൾ എന്താക്കുക, ടിക്ക് അടയാളം കൊടുക്കുക കേട്ടോ. നോക്കാം. വിത്തെടുക്കുന്ന ചെടി. ഇപ്പൊ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെ. അപ്പൊ ഇതിലേതാ, വിത്തെടുക്കുന്ന ചെടി കായ്ഫലം കുറവുള്ളതാണോ, കായ്ഫലം കൂടുതലുള്ളതാണോ, ആരോഗ്യമുള്ള ചെടിയാണോ, രോഗബാധയുള്ളതാണോ, വരൾച്ച മുരടിച്ചതാണോ, ഏതാ വേണ്ടത്? ആരോഗ്യമുള്ള ചെടി അല്ലെ. വിത്തെടുക്കുന്ന ചെടി എന്താണ്, ആരോഗ്യമുള്ള ചെടിയാണോ അല്ലെ. പിന്നെ വിത്തിനെ തിരഞ്ഞെടുക്കുന്ന ഫലം ഏതാ, ആദ്യമുണ്ടായ ഫലമാണോ, അവസാന കാലത്തുണ്ടായ ഫലമാണോ, മധ്യകാലത്തുണ്ടായ ഫലമാണോ, മൂപ്പെത്തിയതാണോ, മൂപ്പെത്താത്തതാണോ? മധ്യകാലത്തുണ്ടായ ഫലമാണ് അല്ലെ വിത്തിനെ തിരഞ്ഞെടുക്കുന്ന ഫലം. ഈ തിരഞ്ഞെടുക്കുന്ന വിത്ത് എന്താണ്, സ്വാഭാവികമായ ആകൃതിയിലുള്ളതാണോ, പിന്നെ സ്വാഭാവികമായ ഭാരമുള്ളതാണോ, പുറന്തോടിൽ കേടുള്ളതാണോ, ഭാരം കുറഞ്ഞതാണോ, സ്വാഭാവിക വലുപ്പമുള്ളതാണോ? ഏതാണ് സ്വാഭാവികമായ, ഏതാ വേണ്ടത്? ആകൃതിയുള്ളതാണോ, ഭാരമുള്ളതാണോ, പുറന്തോടിൽ കേടുള്ളതാണോ, ഭാരം കുറഞ്ഞതാണോ, സ്വാഭാവിക വലുപ്പമുള്ളതാണോ? അപ്പൊ എന്താണ്, സ്വാഭാവികമായ ആകൃതിയുള്ളതും സ്വാഭാവികമായ ഭാരമുള്ളതും അല്ലെ. പിന്നെ സ്വാഭാവികമായ വലിപ്പമുള്ളതും ആവണം അല്ലെ. പിന്നെ ഇവിടെ നോക്കൂ, മധ്യകാലത്ത് ഉണ്ടാകുന്ന ഫലവും വേണം, മൂപ്പെത്തിയതും വേണം അല്ലെ. പിന്നെ ഇവിടെ നോക്കിയ കായ്ഫലം കൂടുതലുള്ളതും വേണം, ആരോഗ്യമുള്ള ചെടിയും വേണം. ഓക്കെ, അതൊക്കെയാണ് അല്ലെ. പിന്നെ നോക്കൂ, നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം അല്ലെ. നല്ല വിളവ് ലഭിക്കാൻ എന്താ, ഗുണമേന്മയുള്ള വിത്താണ് തിരഞ്ഞെടുക്കേണ്ടത്. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്ത് എടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം അല്ലെ. അപ്പൊ നല്ല വിളവ് ലഭിക്കാൻ എന്താ, ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ എന്താ, വിത്ത് എടുക്കുന്ന ഫലവും ചെടിയും എന്നിവയൊക്കെ എന്താ, ഗുണമേന്മ ഉള്ളതായിരിക്കണം അല്ലെ. ഓക്കെ. ഇനി വിത്തിൽ നിന്ന് മാത്രമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവയുടെ ഏത് ഭാഗത്ത് നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത്? അപ്പൊ വിത്തിൽ നിന്ന് മാത്രമല്ലല്ലേ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നോക്കൂ, പലതുകൊണ്ട്. ഇപ്പൊ റോസാക്കമ്പ് നമ്മൾ കമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ എന്താണ്, അത് ചെടികളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ റോസാക്കമ്പാണെങ്കിൽ കമ്പ് വെച്ചിട്ട്, അതുപോലെ മുല്ലേൻ്റെതാണെങ്കിലും കമ്പ് വെച്ചിട്ട് അല്ലെ. പിന്നെ എന്താണ്, പിന്നെ പല എന്താണ് കമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലയിൽ ഉണ്ടാവുന്നുണ്ട്, പിന്നെ അതിന്റെ വേരിൽ നിന്നുണ്ടാവുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, വിത്തിൽ നിന്ന് മാത്രമല്ല അല്ലെ സസ്യം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇത് നോക്കൂ, ഇവിടെ കറിവേപ്പ് എങ്ങനെ ഉണ്ടാവുന്നത്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക്. അപ്പൊ ഇത് ഏത് ഭാഗത്താണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത്? കറിവേപ്പിൽ നിന്ന് എന്താ, അതിന്റെ വേരിൽ നിന്നാണ് അല്ലെ. ഇഞ്ചിയോ അതിന്റെ കായിൽ നിന്ന് അല്ലെ. ഇലമുളച്ചി അതിന്റെ ഇലയിൽ നിന്ന്. പിന്നെ കുരുമുളകോ അതിന്റെ കമ്പിൽ നിന്ന് അല്ലെ. അതായത് വള്ളി അല്ലെ, വള്ളിയിൽ നിന്ന് പറയാം അല്ലെ. ഇനി വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ അല്ലെ. അപ്പൊ വേരിന്നും തണ്ടെന്നും ഇലയിന്നും പിന്നെന്താ ഭൂഖണ്ഡ അല്ലെ, അതിന്നൊക്കെയാണ് എന്ത് ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്താണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി അല്ലെ. വിത്ത് മുളപ്പിച്ച ഇഞ്ചിയൊക്കെ ഭൂഖണ്ഡം അല്ലെ വരുന്നത്. പിന്നെ എന്താണ്, വിത്ത് മുളപ്പിച്ച് മാത്രമല്ല എന്ത് ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാകാറുണ്ട് അല്ലെ. അതിനാൽ ഇവയും എന്താണ്, നടീൽ വസ്തുക്കളാണ് അല്ലെ. ഇതൊക്കെ നടീൽ വസ്തുക്കളാണ് അല്ലെ. ഇനി നോക്കൂ, കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും അല്ലെ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതൊക്കെ 4ാം ക്ലാസ്സിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത് നോക്കിയേ. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണെന്ത്, ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതായത് കായിക പ്രജനനം അല്ലെ. അതായത് ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണെന്ത്, കായിക പ്രജനനം അല്ലെ.
ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ അല്ലെ. ഇനി കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കായിക പ്രജനനം നോക്കൂ. വേര്, കാണ്ഡം, ഇല, ഭൂഖണ്ഡം. അപ്പൊ ഏതാണ്? വേരിന്ന് ശീമപ്ലാവ്, പിന്നെ എന്തൊക്കെയാന്നുള്ളത് എഴുതുക. കാണ്ഡത്തിന്ന് എന്താണ്? മുരിങ്ങ, പിന്നെ എന്തൊക്കെയാന്നുള്ളത് എഴുതുക. ഇലയിന്ന് ഇലമുളച്ചിന്ന് എന്തൊക്കെയാന്നുള്ളത് എഴുതുക. ബാക്കി ഭൂഖണ്ഡത്തിന്ന് കാച്ചിൽ, അതൊക്കെ എഴുതുക. പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം വിത്ത് നിന്ന് മുരിങ്ങ അല്ലെ, മുരിങ്ങയൊന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാന്നുള്ളത് എഴുതുക കേട്ടോ. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലെ. മുരിങ്ങയിൽ എന്താണ്? വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും എന്താണ്? പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷീമക്കൊന്നൊക്കെ ഏർപ്പെടും അല്ലെ. അപ്പൊ മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. മുരിങ്ങേനെ നമുക്ക് എന്താണ്? വിത്ത് മുളപ്പിച്ചും ചെയ്യാം അല്ലെ. അതുപോലെ എന്താണ്? നമ്മളെ മുരിങ്ങേന്റെ കമ്പ് വെട്ടിയിട്ട് അതും മുളപ്പിക്കുക അല്ലെ. അങ്ങനെയും ഉണ്ടാവാം അല്ലെ. അങ്ങനെയും ഉണ്ടാവും. അപ്പൊ രണ്ട് വഴിയിലും, അതായത് ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും എന്താണ്? പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങളാണ് ഈ മുരിങ്ങ, ശീമക്കൊന്ന, അതൊക്കെ അല്ലെ. പിന്നെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നതെന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് എഴുതുക കേട്ടോ. ഈ കറിവേപ്പിലൊക്കെ വേരുന്നും ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താണ്? അതിന്റെ മുളപ്പിച്ചിട്ടും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ആ കായ് ഉണ്ടല്ലോ, മുരിങ്ങ എന്താ കറിവേപ്പിലേന്റെ പൂവിന്റെ അവിടെ ഒരു കായ് ഉണ്ടാവും. ആ കായ് മുളപ്പിക്കലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതുക. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളെ തെരഞ്ഞെടുപ്പ് അല്ലെ. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണിത് നല്ല നടീൽ വസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ് അല്ലെ. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്നായിരിക്കണം നമ്മൾ നടുന്ന വസ്തുക്കൾ തെരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. നോക്കൂ. ഹായ്, നന്നായി പഴുത്ത വലിയ പേരക്ക നടാനായി അതിന്റെ ഒരു കമ്പ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചല്ലേ. കമ്പും പേരക്കയും തരാം, പക്ഷെ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? വിത്ത് മുളച്ച് മരമായി കായുണ്ടാകാൻ കുറേ വർഷം എടുക്കില്ലേ? അതാണ് കുട്ടി പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അതിന്റെ പേരക്കേന്റെ ഒരു കമ്പ് തരുമോന്നാ ചോദിക്കുക അല്ലെ. അപ്പൊ കമ്പും പേരക്കൊക്കെ തരാം, പക്ഷെ എന്താ പേരയുടെ കമ്പ് മുളയ്ക്കുമോ എന്നാ കുട്ടി ചോദിക്കുന്നത് അല്ലെ. മുളയ്ക്കോ എന്ന് പറഞ്ഞേ. വിത്ത് മുളച്ച് മരമായി കായുണ്ടാവാൻ കുറെ വർഷം എടുക്കില്ലേ എന്നും കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലെ. ഈ പേരയുടെ എല്ലാ ഗുണങ്ങളുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാകാൻ എന്ത് ചെയ്യാം പറഞ്ഞേ. ഈ പേരയുടെ എല്ലാ ഗുണമുള്ളതും നല്ല വലിയ പഴാന്ന് പറഞ്ഞാൽ നല്ല പേരയ്ക്കാന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പം പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്ന പരാഗണം വഴിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നമ്മളെ ഫ്രൂട്ട്സും വിത്തൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പരാഗണം വഴിയാണ് അല്ലെ. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ആണോ? ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് അതുണ്ടാകുന്ന ആ സസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിലോ അതിന് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാവുക. അതായത് ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ അല്ലെ. അതായത് ചെമ്പരത്തി ആണെങ്കിലും മരച്ചീനി ആണെങ്കിലും, മരച്ചീനിയൊക്കെ നമ്മളെന്താ കമ്പ് നടല അല്ലെ. മധുരക്കിഴങ്ങിന്റെ അങ്ങനെ തന്നെ വരുന്നത് അല്ലെ. അതിന്റെ ഒരു തണ്ട് നടലാണ് അല്ലെ. ഇവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ അല്ലെ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളക്കാൻ പ്രയാസമാണ് അല്ലെ. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ലേ? നമുക്ക് ചെയ്തു നോക്കാം. അപ്പോ പതിവെക്കൽ ലെയറിംഗ് ആണ് കേട്ടത്. എന്താണ്? പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. എന്താ ഇവിടെ പറയുന്നത്? പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം എന്താക്കാം? ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പേരയിൽ പതിവെക്കുന്നതിന്റെ ഘട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ എങ്ങനെയാണ് ഘട്ടം 1 നോക്കിയേ. ഘട്ടം 1 എന്താണ്? മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക.
ഏതാണ് നമ്മൾ സ്പെയറാണ്, സപ്പോർട്ടാണ്, ചാമ്പയാണ്, ബദാമാണ്, അത്യാവശ്യം ഏതെങ്കിലും ഒന്ന് എന്താണ് പെൻസിൽ വണ്ണമുള്ളൊരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് 2 നോഡ്സിന് ഇടയിൽ ുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. ഇതാ കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ചെത്തി മാറ്റുക. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ വളയാകൃതിയിൽ ചെത്തി മാറ്റിയത്. ഇനി എന്താ ചെയ്യേണ്ടത്? ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് കിട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. അപ്പൊ എന്താ ഇവിടെ ഈ റൗണ്ട് ഇതിൽ എന്താക്കി ഇങ്ങനെ ചെത്തി ഒരു എന്താണ് എത്ര ഇതിലാണ് 2-3 സെന്റിമീറ്റർ നീളത്തിലാണ് വളയാകൃതിയിൽ ഇതിങ്ങനെ ചെത്തി മാറ്റിയത് അല്ലെ. മൊത്തമായിട്ട് ഇതാക്കരുത്, അവിടെ കുറച്ച് ഇതാവണം അല്ലെ. അങ്ങനെ ഈ അതിന്റെ പുറന്തോട് എന്താക്കി മാറ്റി. എന്നിട്ട് എന്താക്കുക, അങ്ങനെ കുറച്ച് ഇതാക്കിയതിന് ശേഷം ഈ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് എന്താണ് ഈ ചെറിയ കുറച്ച് നനച്ചതിന് ശേഷം എന്താക്കുക, ഈ ഭാഗത്ത് വെച്ചിട്ട് എന്താണ് ഒരു പോളിത്തീൻ കവറിൽ ഉപയോഗിച്ച് പൊതിഞ്ഞ് കെട്ടണം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 2 ഭാഗത്തും പൊതിഞ്ഞ് കെട്ടുക, 2 ഭാഗത്തും കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും ചെയ്യണം. ഓക്കെ. ഇനി ഘട്ടം 3 എന്താണ്? 2 മാസത്തിനകം പതി വെച്ച ഭാഗത്ത് എന്താവും ധാരാളം വേരുകൾ ഉണ്ടാവും അല്ലെ. 2 മാസത്തിന് എന്താണ് 2 മാസത്തിനുള്ളിൽ ഈ പതി വെച്ച ഈ ഭാഗം ഉണ്ടല്ലോ, അത് തുറന്നു നോക്കിയാൽ എന്താണ് ധാരാളം വേരുകൾ ഉണ്ടാവും അല്ലെ. വേര് മുളച്ച കമ്പ് പതി വെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നത്. അപ്പോൾ വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. ഓക്കെ. അപ്പൊ എന്താണ് ഈ വേര് മുളച്ച കമ്പ് എന്താക്കുക, പതി വെച്ചതിന് താഴെ ഇവിടെ ഈ വേരിന്റെ കുറച്ച് ഇവിടെ താഴെയായിട്ട് എന്താക്കുക അങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടുക. പിന്നെ വളർന്നു തുടങ്ങുമ്പോൾ എന്താക്കുക, നിങ്ങൾ അത് മണ്ണിലേക്ക് മാറ്റി നടുക. ഓക്കെ. ഇങ്ങനെയാണ് ഇത് ഈ പതി വെക്കുക, ലെയറിങ് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ, ഘട്ടം 1, ഘട്ടം 2, ഘട്ടം 3 കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണ്, ഒരു മരത്തിന്റെ പ്രധാന തടിയിൽ നിന്ന് ഉള്ള ഒരു പെൻസിൽ കനമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുത്തിട്ട് എന്താണ് കമ്പിൽ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി എന്താക്കുക 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അതിനുശേഷം അവിടെ എന്താണ് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം എന്താക്കുക ചെറിയ നനവോടെ ഒരു പോളിത്തീൻ പേപ്പറിൽ കവർ ചെയ്യുക, ഉപയോഗിച്ച് പൊതിഞ്ഞ് കെട്ടുക, 2 ഭാഗത്തും കെട്ടുക. പിന്നെ നിങ്ങൾ വേര് വരും 2 മാസത്തിനുള്ളിൽ അല്ലേ. അപ്പോൾ എന്താക്കുക, അതിൻ്റെ താഴെയായിട്ട് മുറിച്ചിട്ട് നിങ്ങൾ എന്താക്കുക ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടുക. എന്നിട്ട് അത് വളർന്നു വരുമ്പോൾ എന്താക്കുക മണ്ണിലേക്ക് മാറ്റി നടുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ലെയറിങ് കേട്ടോ, അതായത് പതിവെക്കൽ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ് എന്ത് പതിവെക്കൽ. എന്താണ് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ് പതിവെക്കൽ. മനസ്സിലായല്ലോ. അതായത് ഒരു സസ്യം അല്ലെ, ആ സസ്യത്തിന്റെ കമ്പുകളിൽ എന്താണ് വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണെന്ത് പതിവെക്കൽ അല്ലെ. ഇനി എന്താണ്, അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ടീച്ചർ നന്നായി വിശദീകരിച്ച് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നന്നായി മനസ്സിലാക്കുക. അപ്പൊ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.